ഹലോ അസ്സലാമു അലൈക്കും. സനാ സാലിഹ് വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ക്രിസ്മസും ന്യൂ ഇയറൊക്കെ ആയിട്ട് ഒരുപാട് ഓഫറുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയതാണ് ഒരു വീഡിയോയിൽ. 15 ദിവസത്തോളമായി തോന്നുന്നു ഞാനൊരു വീഡിയോ ചെയ്തിട്ട്. ആ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു കയ്യിന് ചെറിയൊരു പ്രശ്നമുണ്ട് എന്നുള്ളത്. പക്ഷെ അത് ഇത്രയ്ക്ക് ഭീകരമായിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഒരു ഡോക്ടറെ പോയി കണ്ടപ്പോൾ അത് റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞത്, കയ്യിന് റെസ്റ്റ് കൊടുക്കാനാണ് പറഞ്ഞത്. കഴിയുന്നതും ബെൽറ്റ് യൂസ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ മെഡിസിനും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ആ കയ്യിൻ്റെ ഒരു വാൾവിന് ചെറിയൊരു പ്രശ്നം, അതുപോലെ നീർക്കെട്ടുണ്ട്. അപ്പോൾ റെസ്റ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ചെറിയൊരു പേടി എന്തായാലും തോന്നുമല്ലോ. അപ്പോൾ അത് കാരണം ഞാനൊരു 10-15 ദിവസം, ഒരു മാസമാണ് റെസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയായാലും ഒരു 10-15 ദിവസം ഞാൻ റെസ്റ്റ് കഴിയുന്നത്ര എടുത്തിട്ടുണ്ട്. കാരണം അടിച്ചു വാരുവാനും കൂടിയും പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടിച്ചു വാരാനടക്കം നമ്മൾ ഇടത്തെ കൈ യൂസ് ചെയ്യാനാണ് പറയുന്നത്. വലത്തെ കൈ തന്നെയാണ് ഇടത്തെ കൈ യൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയായാലും ഞാൻ കഴിയുന്നത് പോലെയൊക്കെ റെസ്റ്റ് എടുത്തു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത്. കാരണം വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ചെയ്യാതിരുന്നിട്ട് തന്നെ നമുക്ക് ഓർഡറുകൾ ഉണ്ടായിരുന്നു. കഴിയുന്നത്ര നമുക്ക് ഓർഡർ ക്യാൻസലാക്കാൻ പറ്റാത്ത ഓർഡറുകളായിരുന്നു. കാരണം പിന്നെയും ഫസ്റ്റ് എടുക്കുന്നവരെ നമുക്ക് പറയാം, സെക്കൻഡ് എടുക്കുന്നവർക്ക് നമുക്ക് അതേ മെറ്റീരിയൽസ് തന്നെ അയച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് കാരണം നമുക്കത് ഒഴിവാക്കാൻ പറ്റാത്ത ഓർഡറുകൾ മാത്രം ഞാൻ അയച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. കാരണം വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പ്രത്യേകിച്ച് ഓഫറായിട്ടുള്ള വീഡിയോ കിറ്റുകളാകുമ്പോൾ ഓർഡർ നല്ലപോലെ ഓർഡർ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് കാരണമാണ് ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത് കേട്ടോ. വീഡിയോ ചെയ്താൽ മാത്രം പോലെ നിങ്ങൾ ഓർഡർ തരുമ്പോൾ നമ്മളത് പെട്ടെന്ന് തന്നെ പാർസൽ പാക്ക് ചെയ്ത് അയക്കുകയും വേണം. എനിക്കങ്ങനെയാണ് ഇഷ്ടം. കാരണം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് രണ്ടാമത്തെ ദിവസത്തേക്ക് മാറ്റി വെക്കണം എനിക്ക് ഇഷ്ടമല്ലാത്ത കാരണമാണ് ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത് കേട്ടോ. ഓക്കെ, എന്തായാലും ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ചൈനീസ് നെയിലോണാണ്. അതുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇത് സാധാരണ നെയിലോണല്ല, ചൈനീസ് നെയിലോണാണ്. അതായത് ഇത് നല്ലോണം വെലിഞ്ഞ് നിൽക്കും, നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. ഇതെൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, പക്ഷേ ഒരു 6 കളറേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് കളേഴ്സുകൾ വന്നിട്ട് നല്ല ഭംഗിയുള്ളതാണ്. കാരണം സോഫ്റ്റാണിത്, നല്ല സോഫ്റ്റാണ്. നമുക്കിതിൽ ബീഡ്സ് കൊണ്ട് ഇതുപോലെ വർക്ക് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഇതുപോലെ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കാം, അതായത് സ്റ്റോണോ ഒക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ നമ്മുടെ ഫോം ഫ്ലവറിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ആ കമ്പിയിൽ തന്നെ കോർത്തെടുക്കാം. അതുപോലെ സാറ്റിൻ റിബണിലോ നെറ്റ് റിബണിലോ ഒക്കെ നമുക്ക് ബോ ചെയ്തിട്ട് ഇതിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു മേക്കിംഗ് വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം കുറച്ച് സമയം പിടിക്കുന്നുണ്ട്. ബെൽറ്റ് ഇട്ടൊക്കെ കൊണ്ട് ചെയ്യുമ്പോൾ ഒരുപാട് സമയം പിടിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ബെൽറ്റ് ഇട്ടിട്ടും ഇടാതൊക്കെ ആയിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളൊരു ഒരുപാട് സമയം എടുക്കുകയാണെങ്കിൽ നമുക്ക് വീഡിയോ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ മേക്ക് ചെയ്ത് വെച്ച മെറ്റീരിയൽസിൽ കാണിച്ചു തരുന്നത് കേട്ടോ. ഈ ബണ്ടിൽ തന്നെ ഇപ്പോൾ ഒരുപാട് കളേഴ്സ് ഉണ്ട്. ഇത് സാധാ മെറ്റീരിയൽ അല്ല, അതിനേക്കാട്ടിലും സോഫ്റ്റാണ്, നല്ലോണം വെലിഞ്ഞ് നിൽക്കുന്ന മെറ്റീരിയലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി അതിൽ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു റെഡ് ആൻഡ് വൈറ്റ് ഉണ്ടല്ലോ, അത് ഞാൻ ക്രിസ്മസിന് വേണ്ടി ചെയ്തതാണ്. പക്ഷേ ആ സമയത്ത് എനിക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരാൻ പറ്റിയില്ല. അതിൻ്റെ ചെറിയൊരു സങ്കടം ഉണ്ട് കേട്ടോ അത് കാണിക്കുമ്പോൾ. അതുപോലെ നമ്മളുടെ സ്മോൾ ഫ്ലവറിൽ, അതുപോലെ നമുക്ക് കളർ കോമ്പിനേഷനിലൊക്കെ ഇതുപോലെ പറഞ്ഞ റെഡും വൈറ്റിലൊക്കെ ചെയ്തെടുത്ത പോലെ ഒരുപാട് നമുക്ക് ബീഡ്സ് കൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. പിന്നെ സ്റ്റോണൊക്കെ വെച്ചിട്ട് ഞാൻ ഗമ്മ് തേച്ചിട്ടൊന്ന് ഒട്ടിച്ച് നോക്കിയതാണ് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ചൈനീസ് നെയിലോൺ കൊടുത്തവർ ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത് ബീഡ്സ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് കാണിച്ചപ്പോൾ എനിക്ക് നല്ലൊരു ഭംഗി തോന്നിയിട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ കൂടി നിങ്ങൾക്ക് കാണിച്ചു തന്നത്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ കഴിയുന്നത് ആ ഒരു നൂല് കൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഭാഗത്ത് അല്ലെങ്കിലും കാണില്ല, എങ്കിലും നമുക്കത് നല്ല വൃത്തിയിൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ കഴിയുന്ന ആ നൂല് കൊണ്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് കൊടുക്കാം. അതേ കളർ നൂല് കൊണ്ട് തന്നെ ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇതിപ്പോൾ ഒരു ചെറിയൊരു മീഡിയം സൈസ് ബീഡ്സാണ്, വലിയ ബീഡ്സുകളോട് ചെയ്യാം. അതുപോലെ 3 ബീഡ്സ് കോർത്തിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഒരേപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇതൊക്കെ നല്ല ഭംഗിയിലാണ് ഇത് ചെയ്തെടുത്തത്. കാണാനും ചെയ്യാനും ഒക്കെ നല്ല എളുപ്പമാണ്. കാരണം സ്റ്റിച്ചിങ് ആർക്കാരും സൂചി നൂലും പിടിച്ച് സ്റ്റിച്ച് ചെയ്യല്ലേ വേണ്ടുള്ളൂ. പക്ഷേ ഫോം ഫ്ലവർ അങ്ങനെയല്ല, നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ആ കമ്പി ഒന്നും ചെയ്തിട്ടില്ല, സ്റ്റിച്ച് ചെയ്തിട്ടില്ല. ആ കമ്പി മാത്രം ഒന്ന് കോർത്തെടുത്തിട്ട് അതിലൊരു ചെറുതായിട്ടൊരു കെട്ടിട്ട് കൊടുത്തൊന്ന് മാത്രമേ ഉള്ളൂ, ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ സ്റ്റിച്ച് ചെയ്യേണ്ടി വരുമെന്ന് കരുതി, പക്ഷേ അതൊന്നും അതിൽ ചെയ്യേണ്ടി വന്നില്ല കേട്ടോ. ഇതുപോലെ നമുക്ക് വലിച്ചെടുക്കാം. കാരണം എത്ര വലിച്ചാലും അതേപോലെ അത് വന്ന് കിടക്കും. അതാണ് ഈ ചൈനീസ് നെയിലോണിൻ്റെ പ്രത്യേകത. നമ്മുടെ സാധാരണ നെയിലോൺ അതുപോലെയല്ല, അത് പെട്ടെന്ന് വലിഞ്ഞു പോകും. പക്ഷേ ചൈനീസ് നെയിലോൺ ആകുമ്പോൾ ഇതുപോലെ നമുക്ക് വലിച്ച് ഉപയോഗിക്കാൻ പറ്റും, ഒരു കുഴപ്പം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ്. ചൈനീസ് നെയിലോണിൽ ഏതൊക്കെയാണ് കളേഴ്സുകൾ, ഇതെങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോയ്ക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ പഴയതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക.
അതുപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ, വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഞാനിപ്പോൾ ചെയ്തിട്ടുള്ള ഈ ബണ്ണുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്, നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അതൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ.